ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. സാന്ദ്ര നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, പിക്ക് ചെയ്യുമ്പോൾ കാണാം. പിന്നെ ദീനിക ഒരു കൊച്ചു ഗിഫ്റ്റ് കൊണ്ടാണ് പോകുന്നത്. അവളെ റിയാക്ഷനൊക്കെ എന്തായിരിക്കും ഒന്നും അറിയില്ല. അവളെ മാരേജ് ആയിരുന്നു December 10. സോ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത ഗിഫ്റ്റ് പക്ഷെ അന്ന് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആണ് കൊടുക്കാൻ പോകുന്നത്. രാഹുലും ശ്രീദീഷും ഒന്നും ഇല്ല ഇപ്പോൾ നമ്മുടെ കൂടെ. ഞാനും സാന്ദ്രയും മാത്രമാണ് ഇപ്പോൾ പോയിട്ട് കൊടുക്കുന്നത്. ശ്രീ കോളേജിൽ ക്ലാസ് ഉണ്ട്, സോ അവന് ലീവൊന്നും ഇല്ല വരാനായിട്ട്. പിന്നെ രാഹുലും അതുപോലെ തന്നെ ക്ലാസ് ഉണ്ട്, അവനും പറ്റില്ല. ഞാൻ 22-ാം തീയതി പോകുന്നു. അതെല്ലാം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാന്ദ്രയെ കൂട്ടിയിട്ട് പോയിട്ട് കൊടുത്തിട്ട് പോവാൻ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ സാന്ദ്രക്കുട്ടി. ആൾ ഭയങ്കര പാവമാണ് കേട്ടോ. ക്യാമറയൊക്കെ നോക്കാൻ ഭയങ്കര നാണമാണ്. അവനിടയ്ക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടു, സുലു. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എൻ്റെ ദീനിക്കുട്ടി യെസ്, നമ്മളങ്ങനെ കണ്ടു, സംസാരിച്ചു, അടിപൊളിയായിരുന്നു. ഭയങ്കര സ്പെഷ്യലായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. ആൾക്കാണ് കല്യാണത്തിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര സന്തോഷം. കുറേ സമയം ഇരുന്നു, കുറേ സംസാരിച്ചു. ഭയങ്കര സ്പെഷ്യൽ. അങ്ങനെ അവൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഞാനും ശ്രീ, സാന്ദ്ര, രാഹുലും കൂടി പ്ലാൻ ചെയ്തിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിട്ടാതൊക്കെ ആയി. ലാസ്റ്റ് ഇപ്പോൾ അന്ന് കിട്ടി. അവളുടെ കൈ കൊണ്ട് കൊടുത്തു. അവളെ അമ്മയുടെ ഫോട്ടോയെ കൂടി വരുന്നൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഭയങ്കര അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആകുമ്പോൾ അവൾക്കും അതെ, വാവയ്ക്കും ആണെങ്കിൽ അവൾ അനിയത്തിയാണ് വാവ. വാവയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷമാകും, പപ്പയ്ക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ വിചാരിച്ചു ഹാപ്പി ആവണ മൂമെൻ്റ് അല്ല, അങ്ങനെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അങ്ങനെ അവൾക്ക് ഇഷ്ടമായി, അവൾക്ക് ഭയങ്കര സന്തോഷമായി. ആ ഫോട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഒക്കെ കൈ തന്നെ നിർത്തി വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞു, സന്തോഷമായി. പാവം സന്തോഷമായി, അവൾക്ക് ഒത്തിരി സന്തോഷമായി. സോ പാവം ഒരുപാട് ആഗ്രഹിച്ച നിമിഷമാണ്. പാവം ഭയങ്കര സന്തോഷം തോന്നി, ഒരു കണ്ണൊക്കെ നിറയില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു. പാവം അതെൻ്റെ ഫോട്ടോ ഞാൻ അല്ലാതെ കൊടുക്കാം. സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു. പാവം അങ്ങനെ സക്സസ് ആയതിൻ്റെ സന്തോഷത്തിലാണ് എനിക്ക്. ഇതാണ് ആ ഫോട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സംസമിലോട്ട് പോയി. സാന്ദ്ര ഒരേ ചിരിയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് സമയം കൂടിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു.